ഇപ്പോൾ ഷോപ്പിൽ വന്നേക്കാണ് ഇവിടെ ഈ ഒരു സൗണ്ട് ബാർ മേടിക്കാൻ വന്നേക്കുന്നത്. ഇന്ന് നമ്മളിലുള്ളത് സോണി ബ്രാവിയ തിയേറ്റർ സിസ്റ്റം 6 എന്ന് പറഞ്ഞിട്ടൊരു കിഡിലൻ ഹോം തിയേറ്ററാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സൗണ്ട് ബാറും റിയർ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ഒരു 1000 വാട്ട്സിന്റെ ഒരു ഹോം തിയേറ്റർ സിസ്റ്റമാണ്. ഇതിന്റെ ബോക്സിൽ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് 2 പേര് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 24 കിലോ ആണ് ഇതിന്റെ ഫുള്ള് വെയിറ്റ് വരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഒരാളുള്ളൂ. അപ്പം എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് തുറക്കാം. പാക്കേജ് ഒരു രക്ഷാത്ത പാക്കേജ് ഉണ്ടാ. ഇതാണ് നമ്മുടെ സബ് വൂഫർ വരുന്നത് കേട്ടോ. ഇതാണ് പവർ ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എല്ലാം അൺബോക്സിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബോക്സിലുണ്ടായിരുന്നത്. ഒരു മാസീവ് സബ് വൂഫർ എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ ഈ കാണുന്ന ഒരു സൗണ്ട് ബാറാണ്. സൗണ്ട് ബാറിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഇവിടെ ഒരു സെൻട്രൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഇത് എയർ ഹോള്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഒരു വൂഫർ, പിന്നെ ട്വിറ്ററും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ്. ഇതിൽ അപ്പ് സ്പീക്കർ ഇല്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വിർച്വൽ ആയിട്ട് സറൗണ്ട് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പ് ഫയറിംഗ് പോലെ തന്നെ മേളിലും പിന്നെ ഒരു സറൗണ്ട് 2 സൈഡിൽ കൂടെ ആയിട്ട് ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സറൗണ്ട് സ്പീക്കർ വരുന്നത്. ഇതിലും ഒരു വൂഫറും ഒരു ട്വിറ്ററും കാണാം, ഒരു എയർ ഹോളും കാണാം. പിന്നെ ഇതാണ് ബാക്കിലത്തെ മൊഡ്യൂൾ വരുന്നത്. ഇത് ബാക്കിലത്തെ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ നിന്നാണ് ഈ 2 സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂളും ആംപ്ലിഫയറും ഒക്കെ കൂടിയാണ്. ഇതാണ് സബ് വൂഫറിന്റെ ബാക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ പവർ കണക്ട് ചെയ്യുന്നത്. പവർ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇതൊരു ആക്റ്റീവ് സബ് വൂഫറും ഇത് വരുന്നത് പാസീവ് സൗണ്ട് ബാറുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇപ്പോൾ ഇവിടുന്ന് കണക്ഷൻ കൊടുത്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. USB എയർപോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് HDMI ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒപ്റ്റിക്കലും 3.5 mm ഓഡിയോ ഇന്നും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ കാണുന്നതിൽ ഈ HDMI പോർട്ടൊക്കെ വരുന്നത് ഈ ഒരു സൗണ്ട് ബാറിലായിരിക്കും. ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ടിവിയുടെ തൊട്ടടുത്ത് തന്നെ വെക്കാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ബോക്സിൽ വരുന്നതാണ് ഇതൊരു കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 പവർ അഡാപ്റ്റർ, ഇത് HDMI കേബിള്, പിന്നെ ഇതാണ് റിമോട്ട് വരുന്നത്. നല്ല കോമ്പാക്റ്റ് ആയിട്ടൊരു സിമ്പിൾ റിമോട്ട്, അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബാറ്ററി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാണ്ട് തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. ബ്രാവിയ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റം ഇത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിത് സബ് വൂഫറിൻ്റെ അടുത്തേക്ക് കൊണ്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ക്യാൻ ഹിയർ ദ സൗണ്ട്. ഓക്കെ, സ്റ്റാർട്ട് പെയറിങ്. ഓക്കെ, HDMI കണക്ട് ചെയ്യാൻ നീ പറയണത്. ഇപ്പം TV ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ TV ഓൺ ആക്കട്ടെ. ഇപ്പം HDMI കണക്ഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ HDMI ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇപ്പം ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കണക്ട് ചെയ്യാനാണ്. അത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ സൗണ്ട്. ഓക്കെ, ഡൺ. പിന്നെ റിയർ സ്പീക്കർ ഇതാക്കാനുള്ളതാണ്. ഇപ്പം ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണക്ട് ചെയ്തു. ഓക്കെ, അത് പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇപ്പം 1.5 to 2.5 ഉണ്ടാവുള്ളായിരിക്കും മീറ്റർ. ഓക്കെ, സ്പീക്കറുകൾ തമ്മിലുള്ള ഇതാണ് നോക്കുന്നത്. ഓക്കെ,
ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ബ്രാവിയ കണക്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതാണ് ഇൻ്റർഫേസ്. വളരെ സിമ്പിൾ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഈ സോഫ്റ്റ്വെയറൊക്കെ ഓൺ ആക്കുന്ന പോലെ ഈ ഈക്വലൈസറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ സൗണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, വോയിസ് മോഡ്, പിന്നെ നമുക്ക് തൊട്ട് താഴെ വരുമ്പോൾ അതിൽ വോയിസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഇതൊക്കെയാണ്, റിയർ സ്പീക്കറിൻ്റെ ലെവല്, പിന്നെ ബേസ് കൂട്ടാനുള്ളതൊക്കെ, പിന്നെ ഈ ഓഡിയോ മെയിൻ അല്ലെങ്കിൽ സബ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് നോക്കാം നമുക്കൊന്ന്. നമ്മളിപ്പം റിമോട്ടിൽ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇതിലും കൂട്ടണ്ട. ഇപ്പം ഇതാണ് സൗണ്ട് വരുന്നത്. നമ്മളിപ്പോൾ ബേസ് ലെവലിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് 6 ആണ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ നോക്കാം. ഇവിടെ കണ്ട വിർച്വൽ സറൗണ്ട് സൗണ്ട് 2 ചാനൽ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അതൊന്ന് പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കിതിൽ ഇപ്പം നോ ഓഡിയോ സിഗ്നൽ തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ വോളിയം ഒന്ന് കുറയ്ക്കട്ടെ, വോളിയം കുറച്ചിടാം, എന്നാലേ ഇതിൽ വരുള്ളൂ. കണ്ട, ഇപ്പം അത് ഓണാക്കിയപ്പോഴേക്കും ഇവിടെ വന്നു. അപ്പോൾ 2 ചാനൽ ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. 2 ചാനൽ വെർട്ടിക്കൽ സറൗണ്ട് എഞ്ചിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ 2 ചാനലുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോകുന്നത് വെച്ചോ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോയിട്ട് ഇപ്പം ഡിറ്റക്റ്റ് ആയപ്പം ഡോൾബി സറൗണ്ട് 5.1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം കുറച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വരും, കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ സറൗണ്ട് സൗണ്ടിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ യൂട്യൂബിൽ വയ്ക്കുമ്പോൾ മാത്രം കിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സൗണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഈ സെറ്റിങ്സിൽ പോവുക, സൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുക. സൗണ്ട് സെറ്റിങ്സിൽ സൗണ്ട് ഫീൽഡ്. അപ്പോൾ സൗണ്ട് ഫീൽഡിൽ നമ്മളിപ്പം ഇപ്പം നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമൊക്കെ കാണണമെങ്കിൽ ഈ സോണി അല്ല വെർട്ടിക്കൽ സറൗണ്ട് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ സ്റ്റീരിയോ കണ്ടൻറ്റ് പ്ലേ ബാക്ക് ടൈപ്പിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മൾട്ടി സ്റ്റീരിയോ ഉണ്ട്, ഒന്ന് അപ്പ് മിക്സ് ഉണ്ട്. അപ്പോൾ മൾട്ടി സ്റ്റീരിയോ വെക്കണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിലുള്ള സ്പീക്കറിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും കോപ്പി ആയിട്ട് വരും. അപ്പോൾ 2 ചാനൽ തന്നെ, പക്ഷേ അത് 5 സ്പീക്കറിലും വരുന്ന പോലെ വരും. അതാണ് മൾട്ടി സ്റ്റീരിയോ. അപ്പ് മിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ DTS എഫക്റ്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പ് മിക്സിലാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സറൗണ്ട് ഇഫക്റ്റ് നമുക്ക് വരും. ഓക്കെ, അപ്പം ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണണമെങ്കിൽ നമ്മളിന് നേരെ യൂട്യൂബിലേക്ക് പോകുന്നത് വെച്ചോ. ഓക്കെ, ഞാനിപ്പോൾ സറൗണ്ട് സ്പീക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കേട്ടോ 2.2 ചാനലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പം ഈ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5.1 ഔട്ടല്ല കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു സൗണ്ട് ഫീൽഡ് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ നേരെ ഡോൾബി സ്പീക്കർ വിർച്വലൈസറിലേക്ക് ഇടണം. അതായത് ഇനാബിൾ വൈൽ പ്ലേയിങ് കണ്ടന്റ് ഇൻ ഫോർമാറ്റ് അതർ ദാൻ DTS. അപ്പോൾ നമുക്ക് ഇതിന് DTSൻ്റെ എഫക്റ്റ് അല്ല വരുന്നത് യൂട്യൂബിൽ നിന്ന്. അപ്പോൾ ഇത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അപ്പ് മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്നുണ്ടോ സൗണ്ട്? നമുക്ക് ഇപ്പോൾ റിയറിൽ കൂട്ടി കാണിച്ചിടാം. റിയറിലും വരുന്നുണ്ട്. അത് മാത്രമല്ല, സൗണ്ട് സെറ്റിങ്സിൽ നേരെ പോവുക, സൗണ്ട് ഫീൽഡ് സെറ്റിങ്സിൽ പോവുക, മൾട്ടി സ്റ്റീരിയോ ഇട്ടാലും ഇതിൽ വരും. പക്ഷേ ഇതിൽ വരുമ്പോൾ സെയിം ഫ്രണ്ടിൽ വരുന്ന അതേ സൗണ്ട് തന്നെയാണ് ഇതിലേക്ക് വരിക, സറൗണ്ടിലേക്ക് വരില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബ് കാണുകയാണെങ്കിൽ നേരെ ഡോൾബി സ്പീക്കർ വിർച്വലൈസറിൽ ഇടുക, അത് എൻ്റെ നേരെ വന്നിട്ട് അപ്പ് മിക്സിൽ ഇടുക.
ഇതിൻ്റെ ഒരു റിമോട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മളിതിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷനിലും വോളിയം അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ സൗണ്ട് ഫീൽഡ് ഓഫ് ചെയ്തിടാനുള്ളതാണ്. ഇപ്പോൾ സൗണ്ട് ഫീൽഡ് ഓഫായി, ഇത്തിരി കൂടെ വോളിയം കൂട്ടാം. സൗണ്ട് ഫീൽഡ് ഓഫായി. ഇതിപ്പോൾ വോയിസ് മോഡ് ഓഫ് ചെയ്തു. സൗണ്ട് ഫീൽഡ് ഓണാക്കി, വോയിസ് ഓണാക്കി. പിന്നെ നൈറ്റ് മോഡാണെങ്കിൽ ആ ബേസ് ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് സിമ്പിളായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം ഇതാണ് റിമോട്ടിൻ്റെ ഫങ്ഷൻസ്. Bravo 6, Tony setting security. Expect contact. Bravo. Copy, Roger. Roger, all clear. Affirmative. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കിഡിലൻ ഹോം തിയേറ്റർ സിസ്റ്റം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്. നമുക്ക് ഈ ഒരു സൗണ്ട് ഫീൽഡ് സെറ്റിംഗ് എനിക്കൊരു പുതിയൊരു അനുഭവമാണ് അത്. പക്ഷേ ഞാൻ വെച്ച് മൂവിയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ കിഡിലൻ എഫക്റ്റാണ് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഡയറക്റ്റ് കാണുമ്പോൾ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കാണുമ്പോഴത്തെ സെറ്റിങ്സാണ് ഞാനത് കാണിച്ചത് എങ്ങനെ ഇടണം എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.